വിദ്യാർത്ഥികളെ ബയോവേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും +1 അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് സൈറ്റിൽ കാണാൻ സാധിക്കും. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൻ്റെ പേരും അവിടുത്തെ ലഭിച്ച കോഴ്സിൻ്റെ പേരും കാണിക്കും. ആർക്കെങ്കിലും അങ്ങനെ അഡ്മിഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പേരിനോടൊപ്പം യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ദിസ് ടൈം എന്നും കാണിക്കും. വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ സംബന്ധമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവർ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി അടുത്ത ആഴ്ചയിലേക്ക് വെയിറ്റ് ചെയ്യണം. എന്നാൽ അഡ്മിഷൻ ലഭിച്ച ആളുകൾ അഡ്മിഷൻ ലഭിച്ച മെസ്സേജിന് തൊട്ടടുത്തായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിർബന്ധമായിട്ടും ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയും അതിൻ്റെ പ്രിൻ്റ് എടുക്കുകയും ചെയ്യണം. ചില ആളുകളുടെ കയ്യിൽ നേരത്തെ വന്ന ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രിൻ്റ് ചെയ്തതുണ്ടാവാം. ആ ഒരു പ്രിൻ്റ് ഔട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. നിർബന്ധമായിട്ട് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടുള്ള പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കണം. അതുമായിട്ടാണ് നാളെ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. അഡ്മിഷൻ എടുക്കേണ്ട പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ചൊവ്വാഴ്, ബുധൻ, വ്യാഴം എന്നീ 3 ദിവസങ്ങളാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രിൻ്റ് എടുത്ത ആൾക്കാർ അതിൻ്റെ അഡ്മിഷൻ എടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. പ്രധാനമായിട്ട് ചെയ്യേണ്ട നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ അഡ്മിഷൻ ലഭിച്ച വ്യക്തികൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്പർ 1 നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. രണ്ടാമതായി ചെയ്യേണ്ടത് നിങ്ങൾ TC അതുപോലെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, ഇവ രണ്ടും നിർബന്ധമായിട്ടും നമ്മൾ അഡ്മിഷൻ സമയത്ത് അവിടെ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ആരെങ്കിലും TCയും കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ടില്ലെങ്കിൽ നേരത്തെ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിൽ വിസിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഈ 2 സർട്ടിഫിക്കറ്റുകളും കൈവശപ്പെടുത്തണം. അതിനുശേഷമാണ് നമ്മൾ അഡ്മിഷന് വേണ്ടി പോവേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ അപേക്ഷയിൽ പ്രത്യേകമായിട്ട് ബോണസ് പോയിൻറ്റുകൾക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്ത എന്തെങ്കിലും ഡോക്യുമെൻറ്റുകൾ ഉണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ്, സ്കൗട്ട്, ഗൈഡ്, JRC തുടങ്ങിയ ഏതെങ്കിലും വകുപ്പുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ബോണസ് പോയിൻ്റ് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കോപ്പിയും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ ഒരു ഇതിൽ പറയുന്നത്, ആദ്യ അലോട്ട്മെൻറ്റിൽ 1ാമത്തെ ഓപ്ഷൻ ലഭിച്ചവർ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. അതായത് ചില കുട്ടികൾക്ക് അവരപേക്ഷിച്ച ഓപ്ഷൻ നമ്പർ 1 പ്രവേശനം ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ അവർ ഫീസ് അടിച്ച് അവിടെ സ്ഥിരം പ്രവേശനം നേടണം. ഓക്കെ. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ 10 സ്കൂൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഇവർക്ക് 5ാമത്തെ സ്കൂളാണ് അപേക്ഷ നിലവിൽ ലഭിച്ചിട്ടുള്ളതെങ്കിൽ അവർ ഈ 5ാമത്തെ സ്കൂളിൽ ടെമ്പററി അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള അഡ്മിഷനാണ് നേടേണ്ടത്. എന്നിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ 5ാമത്തിന് മുകളിലുള്ള 4, 3, 2, 1 ഈ 3 ഓപ്ഷനുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവർ ഈ ഒരു താൽക്കാലിക പ്രവേശന സമയത്ത് ഫീസുകളൊന്നും തന്നെ അടയ്ക്കേണ്ടതില്ല എന്നുകൂടി ഓർക്കുക. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് 5ാമത്തെ സ്കൂളാണ് കിട്ടിയത്, പക്ഷേ ഞാൻ ഇവിടെ തന്നെയാണ് തുടരുന്നത്, എനിക്ക് വേറെ സ്കൂളൊന്നും വേണ്ട എങ്കിൽ ഇവർക്ക് 1, 2, 3, 4 സ്കൂളുകൾ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ 5ാമത്തെ സ്കൂളിൽ പ്രവേശിച്ചു കഴിഞ്ഞ ശേഷം ആ സ്കൂളുകളോട് സ്ഥിരപ്രവേശനത്തിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഫീസ് അടക്കുകയും വേണം. ഇതുകൂടാതെ ആ സ്കൂളിൽ നിങ്ങളൊരു പ്രത്യേക അപേക്ഷ സമർപ്പിക്കുകയും അവിടെ സ്ഥിരം പ്രവേശനം നേടുകയും ചെയ്യേണ്ടത്. ഇതുകൂടാതെ നിങ്ങൾക്ക് 5ാമത്തെ സ്കൂൾ അപേക്ഷ ലഭിച്ചിട്ടുണ്ട്, മുകളിൽ 4 സ്കൂൾ ബാക്കിയുണ്ട്, പക്ഷേ അതിൽ ഒരു സ്കൂൾ മാത്രം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് മാത്രമായിട്ട് റദ്ദ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും നിങ്ങൾക്കൊരവസരം കൂടിയുണ്ട്. അതിനും അപേക്ഷ സ്കൂളിൽ നൽകാൻ സാധിക്കുമെന്നുകൂടി ഓർക്കും. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയും റിസൾട്ട് ലഭിക്കാത്ത കുട്ടികൾക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ, അവർ ഏതെങ്കിലും ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ, ഉദാഹരണമായി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ
ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സമീപ സ്ഥലത്തുള്ള മൈനോറിറ്റി സ്ഥാപനങ്ങളിൽ കമ്മ്യൂണിറ്റി കോട്ട എന്ന പേരിൽ 20% സീറ്റുകൾ റിസർവേഷനുണ്ട്. അതിലേക്ക് അപേക്ഷിക്കുവാനുള്ളൊരു സമയം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ഒരു സീറ്റുകൾ കണ്ടെത്തിയിട്ട് ആ സ്കൂളുകളിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള അപേക്ഷാ ഫോമുകൾ വാങ്ങി നമ്മൾ പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലബ്ബ് ഉൾപ്പെടെയുള്ള ബോണസ് പോയിൻറ്റുകൾ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അവ കൂടി സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത്. അതിനുള്ള പ്രത്യേക സമയം കൂടിയാണിത്, പ്രത്യേകം മറക്കാതിരിക്കുക. അതുപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഒരുപാട് കുട്ടികൾക്ക് വരുന്ന ദിവസങ്ങളിൽ അഡ്മിഷൻ ലഭിക്കാൻ കൂടി സാധ്യതയുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റുകളിൽ മുഴുവൻ സീറ്റുകളും ഫില്ല് ചെയ്യപ്പെടില്ല. റിസർവേഷൻ കാറ്റഗറികളിലൊക്കെ കുട്ടികൾ കുറവുണ്ടെങ്കിൽ കൂടി അത്തരം സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യാതെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളാവുന്ന സമയത്ത് ഇത്തരം സീറ്റുകളിലോട്ട് കുട്ടികൾ എത്തുന്നില്ലെങ്കിൽ ആ സീറ്റുകളെല്ലാം ജനറൽ മെറിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥ കൂടി ഉണ്ടാകും. അപ്പോഴൊക്കെ സീറ്റ് ലഭിക്കും. നിങ്ങളെല്ലാവരും ക്ഷമയോട് കൂടി കാത്തു നിൽക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ, നല്ലൊരു അക്കാദമി ഇയർ കൂടി ആശംസിച്ചുകൊണ്ട് അടുത്ത അപ്ഡേഷനുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.